ഹലോ, ഗുഡ് മോർണിംഗ്. യാദാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആദർശം നയനയും കൂടിയും തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് അവരുടെ സംഭാഷണം എന്താ വെച്ചാൽ, ഇപ്പോൾ നവ്യയുടെ 5-ാം മാസത്തെ ചടങ്ങായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കാമായിരുന്നു നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇതുവരെ. അപ്പോൾ ഇനി എന്താ പറയുക, നമുക്ക് ഒരുമിച്ച് എല്ലായിടത്തും പോകണം. ദുബായിലും നമുക്ക് ഷോറൂമൊക്കെ ഉള്ളല്ലേ, അവിടെയൊക്കെ പോയി 2 ആഴ്ച നിൽക്കാം എന്നൊക്കെ പറയും. അപ്പോൾ പിക്നിക്കിന് പോലും ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടില്ല, ഞാനും നന്ദും പോയിട്ടില്ല. അച്ഛൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടാളും പോയിട്ടില്ല. പക്ഷേ ചേച്ചി എല്ലായിടത്തും പോയിട്ടുണ്ട് അറിയും. അവൾക്ക് പിന്നെ ആരുടെയും ബുദ്ധിമുട്ടൊന്നും അറിയണ്ടല്ലോ എന്നിങ്ങനെ ആദർശ് പറയും. അല്ല, ഇപ്പോൾ ചേച്ചിയുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അഭിയാണ് ഇനി മാറേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പണ്ട് എങ്ങനെയായിരുന്നു, അടിയായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമായില്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഒരു ഭയങ്കര സന്തോഷമായിട്ട് രണ്ടുപേരും കൂടി തിരിച്ച് മടങ്ങി പോരുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ, മുത്തശ്ശീൻ്റെയും ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് രണ്ടാളും കൂടി മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവയാനി കിച്ചണിൽ ഭയങ്കര അപ്പം ചൂടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് വളരെ ഇതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരും. അല്ല, നീ തനിച്ചാണോ അടുക്കളയിൽ നിൽക്കുന്നത് ദേവയാനി? പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കായിരുന്നില്ലേ, ജലജേനെയൊക്കെ ഒന്ന് വിളിക്കായിരുന്നില്ല, എന്തിനാ തനിച്ച് നിൽക്കുന്നത്? ജാനകിക്ക് ഇപ്പോൾ പണ്ട് നല്ല സ്വഭാവമായിരുന്നു, ഇപ്പോൾ ജാനകിയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോട്ടെ, അവരാരും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് അറിയും, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അമ്മേ, വരുന്നവർക്ക് എൻ്റെ കൂടെ കൂടാം. ശരിക്കും ജാനകിയുടെ കാര്യം പോട്ടെ, ജലജ ചെയ്യണ്ടേ, അവളുടെ മരുമകളുടെ ചടങ്ങല്ലേ, അപ്പോൾ അവളല്ലേ ഇത് ചെയ്യേണ്ടത് എന്നങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാം, അവളെ വേണമെങ്കിൽ കൂടട്ടെ, അല്ലെങ്കിൽ അപ്പോൾ അത് സാരമില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല അമ്മ. എന്തായാലും വലിയ രോഗത്തുനിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ എൻ്റെ സ്വഭാവത്തിന് പോലും ഞാൻ മാറ്റം വരുത്തിക്കൊണ്ട് വരികയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും നീ തനിച്ച് ചെയ്യണം, ഞാനും കൂടെ കൂടാം എന്നൊക്കെ പറയും. പിന്നെ അതുമല്ല, ഇതിലിപ്പോൾ നിൻ്റെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നത് എന്ന് പറയും. അങ്ങനെയല്ല അമ്മേ, എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയും. പുള്ളിയിൽ ചിരിക്കുന്നുണ്ടാവും, എല്ലാം എൻ്റെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഞാൻ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറയും, മക്കൾ വരിലേക്കുമ്പോൾ അവർ വരും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്നതല്ലേ, അപ്പോൾ നമ്മളെന്തെങ്കിലും ഇവിടെ കരുതണ്ടമ്മേ എന്നൊക്കെ പറയും. ശരിയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പിന്നെ ഒരു അമ്മയമ്മയും മരുമോളും കൂടെയാണ് പലഹാരം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പുറത്ത് നന്ദു അച്ചപ്പൊക്കെ പാക്ക് ചെയ്യുക. അച്ചപ്പം പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് അനിയുടെ കാര്യങ്ങൾ, അനിയായിട്ടുള്ള ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക വിളിച്ച് അവളെ വഴക്ക് പറഞ്ഞതും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ആലോചിക്കും. അപ്പോൾ നീ എന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനല്ല ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നത്, അവൻ എൻ്റെ പിന്നാലെ നടക്കുന്നത്, അത് നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ ജലജ കനക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടാവും നന്ദുവിനെ. അപ്പോൾ പറയും, നന്ദുട്ടോ ഇവിടെയൊന്നും അല്ല തോന്നുന്നു, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അല്ല അമ്മേ, അതല്ല, ഞാൻ എൻ്റെ SI സെലക്ഷൻ കിട്ടിയാൽ പോണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അതാണോ? അപ്പോൾ പറയും, പോണ്ടാന്നായിരുന്നല്ലോ ആദ്യം, പക്ഷെ പോകണം മോളെ, പക്ഷെ നിൻ്റെ ദേഷ്യവും എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അവളുടെ വീട്ടുകാരെ എന്നെ കൊല്ലം കൊണ്ടുപോയ സമയത്ത് ഞാൻ അത് തീരുമാനിച്ചതാണ്. പിന്നെ എന്താ വെച്ചാൽ അത് സ്വയം ഒരു പ്രൊട്ടക്ഷനും ആണ്, ഇങ്ങനെ SI ആയി ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം ഒരു പ്രൊട്ടക്ഷനും കൂടിയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും നീ ശ്രദ്ധിക്കണം മോളെ എന്നൊക്കെ പറയും. കരാട്ട പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു അമ്മേ, അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, കരാട്ട പഠിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പോലീസ് ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നി തുടങ്ങിയത് അറിയും. അപ്പോൾ പറയും, ഇപ്പോൾ ഏത് നേരം നോക്കിയാലും പോലീസിൻ്റെ അങ്ങനെയുള്ള സിനിമകളല്ലേ നീ കാണുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ രണ്ടാളുടെയും സ്നേഹമായിട്ടുള്ള അമ്മയും മകളും കൊണ്ടുള്ള സംഭാഷണം. എന്തായാലും അമ്മേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ പിന്നെ പോലീസാവാൻ തന്നെയാണ്, SI ആവാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും. പിന്നെ അവൾ ഈ പണിക്കർ പറഞ്ഞതും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്, കാരണം തിരിച്ചിനി ഇതിലേക്ക് തന്നെ വരും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മളെ മുത്തശ്ശിയും ജലജയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, എൻ്റെ അമ്മയും എന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങളാണ് എന്നെ എടുത്ത് വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ സെൻറ്റി അടിക്കണം മുത്തശ്ശിയുടെ മുന്നിലിരുന്നിട്ട്. അപ്പോൾ എന്തിനാ അതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ അല്ല, അന്ന് ഈ വളർത്തച്ഛനും വളർത്തമ്മയും ഉള്ളത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ അതുകൊണ്ട് എനിക്കൊരുപാട് നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പറയുമ്പോൾ മുത്തശ്ശി പറയും, അതിന് നീ അതൊന്നും ആലോചിക്കണ്ടല്ലോ, നീ ഇപ്പോഴും കുശുമ്പും കുഞ്ഞായ്മയായിട്ടൊക്കെ നടക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടാളും കൂടെ സംഭാഷണത്തിലിരിക്കുക. ഇങ്ങനെ അതേപോലെ ദേവയാനി പലഹാരം ഉണ്ടാക്കുമ്പോഴും നിൻ്റെ മരുമകളല്ലേ, നീ അവൾക്ക് വേണ്ട സഹായം അവളെ ചെയ്തു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യ ബാൽക്കണിയിൽ നോക്കുമ്പോൾ കാണാം ആദർശും നയനയും കൂടെ കാറിൽ വന്നിറങ്ങണം. അപ്പോൾ അവളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, നവ്യ ഓടിച്ചല്ലേ. അപ്പോൾ മുത്തശ്ശി പറയും, മോളെ ഇങ്ങനെയൊന്നും ഓടല്ലേ, സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഓടി ഇറങ്ങി വരിക, ഓടല്ലേ, നീ ശ്രദ്ധിക്കണം എന്നറിയാം. അവൾക്ക് എവിടെ അമ്മയെ ശ്രദ്ധ തന്നെ, അവൾക്ക് അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടോ, ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ പറയും മുത്തശ്ശി ആദർശേട്ടനും നയനിയും വന്നു എന്നറിയും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ രണ്ടാളും കൂടെ കയറി വരുമ്പോൾ, മോനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നു എന്ന് നോക്കുമ്പോൾ സുഖമായിരുന്നു, പിന്നെ നവ്യയുടെ 5-ാം മാസത്തെ ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് മുത്തശ്ശി എന്ന് പറയും. അപ്പോൾ ആ സന്തോഷം മോളെ മുഖത്ത് കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയും. അതിലിങ്ങനെ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുമ്പോഴേക്കും ജലജ അവിടുന്ന് കുറേ കുഞ്ഞായ്മകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവർ പോയതിനും വന്നതിനൊക്കെ ഉള്ള ഇതും നവ്യയെ കൊണ്ടുപോകാത്തതിനെ പറ്റി പറഞ്ഞിട്ട് അതിലും ഒക്കെ അങ്ങനെ അവളുടെ കുശുമ്പ് പറയുന്നുണ്ട്. നീ ഇതൊന്ന് നിർത്ത് ജലജയെ, നിൻ്റെ ഈ സ്വഭാവം ഒന്ന് നിർത്ത്, നിൻ്റെ സ്വഭാവം തന്നെയാണ് നിൻ്റെ മകനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ദേവയാനി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കണ്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. ദേവയാനി അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, അമ്മേ ഇത് അമ്മയ്ക്കൊരു സാരി എന്നറിയും. ഈ സാരി ആരാ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആദർശം അറിയും, അത് ഞാനാണ് അമ്മ, അതിൽ നയനയ്ക്കൊരു പങ്കുമില്ല, ഞാനാണ് അമ്മയ്ക്ക് വേണ്ടി ആ സാരി എടുത്തത് അറിയും. അപ്പോൾ എന്നറിയും. ഇനിയിപ്പോൾ നീ മോള് സെലക്ട് ചെയ്താൽ എന്താ, അവൾ നല്ല ഡിസൈനറല്ലേ, അവൾക്കും സെലക്ട് ചെയ്യാൻ അറിയാലോ എന്ന് പറയുമ്പോൾ, അതല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ 2 കവർ ഉണ്ടാവും കയ്യിൽ. അപ്പോൾ പറയും, ശരി നീ പോയി പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അതെന്താ അപ്പോൾ നയന പോണ്ടേ എന്ന് ചോദിക്കും മുത്തശ്ശി. അവനോട് പറഞ്ഞാൽ പിന്നെ രണ്ടാളും പോകുമല്ലോ എന്ന് പറയും ദേവയാനി. അപ്പോൾ അങ്ങനെ അവരുടെ ഇതായിട്ടുള്ള നല്ല സന്തോഷമായിട്ട് രണ്ടാളും കൂടെ പോകുമ്പോൾ ദേവയാനി മനസ്സ് നിറഞ്ഞ് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഇവിടെ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദർശ് പറയും, നീയാണ് സെലക്ട് ചെയ്ത് പറഞ്ഞത്, ഒരു പക്ഷേ നീ അമ്മയ്ക്ക് ദേഷ്യം വന്നാലോ, അതുകൊണ്ടാണ് ഞാനാ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ദേവയാനി അപ്പുറത്തേക്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ പറയും, നല്ല സാരി, ഞാൻ അമ്മയുടെ കളറിന് പറ്റിയ സാരിയാണ് ഞാനത് എടുത്തത്, അതാണ് എന്നൊക്കെ അങ്ങനെ ഇതായിട്ട് പറയും. അപ്പോൾ പറയും, നന്നായി, എന്തായാലും അമ്മയ്ക്ക് സന്തോഷമാവട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും അമ്മ അറിയണ്ട, ഞാനാണ് സെലക്ട് ചെയ്തതെന്ന് അമ്മ അറിയണ്ട, അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളുടെ സംഭാഷണം നിന്ന് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോൾ അറിയും, ഇങ്ങനെ ചിരിക്കുകയാണ് ദേവയാനി. ഇതിൻ്റെ റൂമിൽ പോയിട്ട് ആ സാരി എടുത്ത് നോക്കുമ്പോൾ അറിയാം, നല്ല സാരി, ഇതന്നെ ഞാൻ ചടങ്ങിന് ഞാൻ തന്നെ എടുക്കും, ഈ സാരി എൻ്റെ മരുമോളെ ഞാനിത് എടുത്തിട്ട് സന്തോഷിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളുടെ നയന ആ സാരി, അപ്പോൾ അങ്ങനെ ആദർശ് ചോദിക്കും, നീ നവ്യയ്ക്കും കൂടി വേണ്ടി സാരി മേടിച്ചതല്ലേ, എന്നിട്ട് നീ എന്താ കൊടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതല്ല, അത് 5-ാം മാസത്തിൻ്റെ ആൾക്ക് നല്ല സന്തോഷമായിട്ട് തന്നെ കൊടുക്കണം, അത് ഒരു ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയണം, എന്നാൽ നീ കൊണ്ടു കൊടുക്കുക എന്ന് പറയും. അങ്ങനെ നമ്മുടെ നവ്യ അങ്ങനെ ഇരുന്നിട്ട് നെയിൽ പോളിഷ് ഇടുക, അങ്ങനെ എന്തോ ചെയ്യുന്ന സമയത്ത് ആഭരണങ്ങൾ ഇടുകയാണ്, ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അന്നാണ് തോന്നുന്നു ചടങ്ങ്. അപ്പോൾ വരികയാണ് നമ്മളുടെ നയന ഗിഫ്റ്റായിട്ട് വരികയാണ്. അപ്പോൾ പറയും, ചേച്ചി ഈ സാരിയാണ് എടുക്കണതെന്ന് വയ്ക്കും. അത് നയനയുടെ മകൻ വാടിയിരിക്കുന്നുണ്ടാവും, കാരണം ഒരു വാതിൽ സാരി എടുക്കുക. അപ്പോൾ അതെ, ഇതാണ് ഞാൻ എടുക്കേണ്ടത് എന്നറിയാം. ഇത് മാറ്റാം, ചേച്ചിക്ക് ഞാൻ നല്ലൊരു സാരി കൊടുത്തിട്ടുണ്ട്, ആദർശേട്ടനാണ് വാങ്ങിയത്, ഞാൻ ആദർശേട്ടനും കൂടെ വാങ്ങിയത്, ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ പറയും, മോളെ ഇതിന് ഒരുപാട് വില ഉണ്ടല്ലോ എന്ന് പറയും. ആയിക്കോട്ടെ, അതിനെന്താ അറിയും, വിലയൊന്നും നോക്കിയില്ല ചേച്ചി ഇന്ന് ഈ സാരി എടുത്താൽ മതി എന്ന് പറയും. അപ്പോഴേക്കും അവൾക്ക് സങ്കടം വരികയാണ് നവ്യയ്ക്ക്. അപ്പോൾ പറയും, ഇന്ന് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി, എനിക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരും, അഭിയ ചെയ്തിട്ടില്ല, ഒരു നല്ല സാരി പോലെ എനിക്ക് എടുത്ത് തന്നില്ല വളരെ. അതിനെന്താ ചേച്ചി, അതിനൊന്നും വിഷമിക്കേണ്ട, ഞങ്ങളില്ലേ, ചേച്ചിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ആദർശേട്ടനെ നോക്കാം, ചേച്ചിക്കും കുഞ്ഞിനും എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ, അതെന്നെ എനിക്കറിയാം മോളെ, നീ ഭാഗ്യം ചെയ്തവളാണ്, ഞാനാണ് അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ചിട്ട് എനിക്ക് കിട്ടിയത് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം. അതിലേറെ വിഷമിക്കേണ്ട ചേച്ചി, എല്ലാം ശരിയാവും,
പിന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് ചേച്ചിയുടെ കൂടെ തന്നെ. ചേച്ചി എന്തായാലും ഈ സാരി ഉടുത്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് ഒരുങ്ങി വാ കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക മോളെ. പിന്നെ കാരണം നയനോടൊക്കെ ഒരുപാട് ഇവള് ഇതായിട്ടുണ്ട്, കാരണം അഹങ്കാരം കൊണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു, അതൊക്കെ പോയി, അതൊക്കെ പോയി. കാരണം മനസ്സിലായി ഇനി അങ്ങനെ നിന്നിട്ട് ജീവിതത്തിൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നവ്യയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ആ ഒരു ചേഞ്ച് അവളുടെ ലൈഫിലുണ്ട്. അങ്ങനെ നയന കൊണ്ടുകൊടുത്ത സാരിയാണ് നമ്മളുടെ നവ്യ ഉടുത്ത് ഇന്നത്തെ ഫംഗ്ഷന് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രമാറ്റ് മറക്കാതെ കാണാൻ. നല്ലൊരു എപ്പിസോഡാണ്. നമ്മുടെ ദേവയാരിയുടെ സന്തോഷം, അവരുടെ ഭാവങ്ങളെല്ലാം അപ്പോൾ നമുക്ക് ടോട്ടലി പത്രമാറ്റ് മാറിക്കഴിഞ്ഞു. നല്ല ഒരു കഥയായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യേണ്ട, ഇത് കാണണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലൊരു അതുപോലെ എന്താ പറയുക, ആ ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വേണം. ഞങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ആരും കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയാണ് ഉള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേയും. അതുകൊണ്ട് നിങ്ങളെയൊക്കെ പൂർണ്ണമായുള്ള സപ്പോർട്ട് വേണം. താങ്ക് യു. അതുപോലെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലത് മാത്രമാവട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, ഈശ്വരൻ കാക്കട്ടെ. താങ്ക് യു.